കുറഞ്ഞ ദിനങ്ങൾക്കുള്ളിൽ ക്ഷേത്രത്തിന്റെ ഷഡാധാരക്രിയ പ്രകാരമുള്ള ക്ഷേത്ര ശ്രീകോവിലിന്റെ പുനരുദ്ധാരണ കർമ്മം ഇവിടെ നടത്തപ്പെട്ടു. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ആ പ്രദേശത്തിന്റെ എല്ലാമാണ്. എല്ലാ ക്ഷതങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ഒന്നാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അമ്പലം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മുടെ കൂട്ടായ്മയിലൂടെ ഇമ്പം നൽകുന്നു, സന്തോഷം നൽകുന്നു. ആ സന്തോഷം നമ്മുടെ സമൂഹത്തിന് നല്ലൊരു വെളിച്ചമായി മാറുന്നു. ഇന്നത്തെ കാലഘട്ടത്തില് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരുടെ മുഖത്തേക്ക് പോലും നോക്കാൻ ഭയം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭക്തി ബഹുമാനങ്ങൾക്ക് യാതൊരു സ്ഥാനങ്ങളുമില്ലാതെ ഇന്നത്തെ ആധുനിക ദൃശ്യമാധ്യമങ്ങളുടെ കൂടെ കടന്നുകൊണ്ട് അവരുടെ സമയം ചെലവാക്കുക. ഒരു കണക്കിന് വിവര വിജ്ഞാനങ്ങളാണ്, അതിനെ നമ്മൾ ഒരിക്കലും എതിർക്കുകയല്ല. എന്തായാലും ശരി, ഈ വിവര വിജ്ഞാനങ്ങളുടെ കൂടെ നമ്മുടെ സമൂഹം പഴയകാല വേദങ്ങളെയും ഗ്രന്ഥങ്ങളെയും വിജ്ഞാനങ്ങളെയും ഇതിഹാസങ്ങളെയും എല്ലാം കുറിച്ച് അത്യാവശ്യ വിവരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരും തലമുറയ്ക്ക് നല്ലൊരു സമൂഹം. കാരണം നമ്മുടെ പുരാതനപരമായി ഒരിക്കലും ഏതോ മഹർഷിമാരോ മുനിമാരാലോ ശ്രീശങ്കരനാലോ പരശുരാമനാലോ സൃഷ്ടിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് നമ്മുടെ മുമ്പില്. ഒരിക്കലും ഒരാളുടെയും സ്വന്തമല്ല. അത് തലമുറ കൈമാറിക്കൊണ്ട് അന്നത്തെ കാലഘട്ടത്തില് ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ വളരെയധികം നല്ല ക്ഷേത്രങ്ങൾ പകർന്നു തന്ന നമ്മുടെ സംസ്കാര സമ്പന്നത ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പ്രത്യേകിച്ച് ഭാരതപ്പുഴയുടെ തീരമായ നമ്മുടെ മലബാറിന്റെ ഭാഗങ്ങളിൽ എല്ലാം കൊണ്ടും പ്രശസ്തമായ ക്ഷേത്രങ്ങൾ, പറയിപറ്റ പെന്തിയരകുലവും രാജരാജേശ്വര ക്ഷേത്രവും, അതുപോലെ തന്നെ കണ്ണൂരിലെ മൃദംഗശൈലി ശ്രീ ക്ഷേത്രവും, വയനാട് ലവകുശ ക്ഷേത്രം, അതുപോലെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ പാരമ്പര്യങ്ങളുണ്ട്. അത്തരം പാരമ്പര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നമ്മുടെ സമൂഹത്തിന്റെ വിവരങ്ങളുടെയും വെളിച്ചത്തിന്റെയും കേന്ദ്രങ്ങളാക്കി ക്ഷേത്രങ്ങൾ സംരക്ഷിക്കണം. കാരണം ഇനിയും ഈ ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റ് ശ്രീ രഘു അവരുടെ മുൻകൈകളോടുകൂടി ഇനിയും ഈ ക്ഷേത്രം ഉന്നതിയിലെത്തട്ടെ, നമ്മുടെ സമൂഹത്തിന്റെ വെളിച്ചമാകട്ടെ. പരസ്പര കലഹങ്ങൾക്കും വിദ്വേഷങ്ങൾക്കും അറുതികൾ വരുത്തിക്കൊണ്ട് സത്സംഗമങ്ങളും മറ്റും ചേർന്നുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. അതുപോലെ ശങ്കരാചാര്യരുടെ ഒരു വരി ഞാൻ ഇവിടെ ചെല്ലുകയാണ്. ഗേഹം ഗീതാ നാമസഹസ്രം ദേഹം ശ്രീപതി രൂപമഹസ്രം ദേയം ശ്രീപതി ഗേയം ഗീതാ നാമസഹസ്രം ദേയം ശ്രീപതി രൂപമാശ്രം ദേയം ദീനദയാജയ ചിത്തം ദീനം. അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ ആ വരികളിൽ പറയുന്ന ഈശ്വരാരാധനയും ഭഗവത് സങ്കല്പങ്ങളും സത്സംഗമങ്ങളും ചേർത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ നല്ലൊരു വെളിച്ച കേന്ദ്രങ്ങളും അറിവിന്റെ കേന്ദ്രങ്ങളും കലകളുടെയും സംസ്കാരത്തിന്റെയും കേന്ദ്രങ്ങളായി ഈ ക്ഷേത്രം വളരട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.